Hello friends, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഫാർമസി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരുപാട് നാളുകൾക്ക് ശേഷം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കോളേജുകൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കിന് അർഹതപ്പെട്ട കോളേജുകൾ പോലും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇത്രയും നാൾ ലേറ്റ് ആയതൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾ കണക്കാക്കുക. നിങ്ങൾ ഓൾറെഡി പ്രയോറിറ്റി ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ വയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് റാങ്ക് ഒരു 5000-നകത്താണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ കൂടി ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ കോളേജുകൾ വയ്ക്കുമ്പോൾ തമ്പ് റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ടോപ്പ് കോളേജ് എന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള, റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഗവൺമെന്റ് കോളേജുകൾ തന്നെ ഏറ്റവും ടോപ്പിൽ വയ്ക്കുക, നോ ഡൗട്ട്. പക്ഷേ നിങ്ങൾക്ക് താഴോട്ട് ആ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജുകൾ ആഡ് ചെയ്യാം. ഈ കോളേജുകൾ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ടോപ്പ് കോളേജ് ടോപ്പിൽ തന്നെ ഇരിക്കട്ടെ, ഹോപ്പ് കളയേണ്ട. പക്ഷേ അതിലോടൊപ്പം വെറുതെ ഒരു 5 ടോപ്പ് കോളേജ് ആഡ് ചെയ്തു, 5 ഗവൺമെന്റ് കോളേജ് മാത്രം വെച്ചു, നിങ്ങളുടെ റാങ്ക് 10,000 ആണ്, അത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2025 ഏറ്റവും ലാസ്റ്റ് ഇയറിൽ നമ്മുടെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഗവൺമെന്റ് കോളേജ് ഓഫ് TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ അവിടെ ഗവൺമെന്റ് ആണെന്നും സ്റ്റേറ്റ് മെറിറ്റിൽ അവിടെ 1060 റാങ്ക് ആണ് ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ് മെറിറ്റിൽ വിളിച്ചിട്ടുള്ളതെന്നും, ഈഴവ കാറ്റഗറി ആണെങ്കിൽ 1466 ആണെന്നും, ഇനി അത് SC കാറ്റഗറി ആണെങ്കിൽ 3758 ആണെന്നും കൃത്യമായിട്ട് ഇതിലൂടെ ഡേറ്റ കിട്ടും, മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിലെ ദേവകി അമ്മ മെമ്മോറിയൽ കോളേജ് ആണെന്ന് ഇരിക്കട്ടെ, ഇപ്പോൾ മലപ്പുറത്ത് വരുന്നത്, അവിടെ നോക്കുക സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിട്ടുള്ള കുട്ടിയുടെ റാങ്ക് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 5090 ആണ്. അപ്പോൾ സ്റ്റിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും എന്തിനൊരു ചാൻസ് ഉണ്ട്, സെൽഫ് ഫിനാൻസിങ്ങിൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിൽ പഠിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വയ്ക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം നിങ്ങളുടെ റാങ്ക് ഒന്ന് അനാലിസ് ചെയ്യുക. ആ റാങ്ക് അനുസരിച്ച് ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് കൂടി നോക്കിയിട്ട് അതിൽ ചെറിയ ഡിഫറൻസ് വരാം. പൂർണ്ണമായിട്ട് നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എങ്കിലും ഏകദേശം ഒരു എസ്റ്റിമേഷൻ ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പ് കോളേജുകൾ വിട്ടിട്ട് താഴോട്ടുള്ള കോളേജുകളിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് റാങ്ക് നിങ്ങളുടെ കാറ്റഗറിയും വെച്ച് നോക്കിയിട്ട് അതൊരു മിസ്മാച്ച് ഉണ്ട് എങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി ഓർഡറിലും നിങ്ങൾ അതിനനുസരിച്ച് വയ്ക്കാവൂ. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ബെറ്റർ കോളേജുകൾ മുകളിലേക്ക് വെക്കുന്നു, താഴോട്ടുള്ള കോളേജുകളിൽ നിങ്ങളുടെ റാങ്കുമായി മാർജിനലി വലിയ ഡിഫറൻസ് ഇല്ലാത്ത കട്ട് ഓഫ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള കോളേജുകളൂടി ആഡ് ചെയ്താലാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്, അത് കഴിഞ്ഞ് ഡയറക്റ്റ് കോളേജ് അഡ്മിഷൻ ആണ്, അത് കഴിഞ്ഞ് വേക്കൻസി അനുസരിച്ചായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റോ അല്ലെങ്കിൽ വേക്കൻസി ബേസ്ഡ് അലോട്ട്മെന്റുകളോ ഉണ്ടാവുക. അതുകൊണ്ട് വളരെ എഞ്ചിനീയറിംഗുകാരെ പോലെ ഒരു 2ാമത് അവസരം കിട്ടണമെന്നില്ല, കൃത്യമായിട്ട് പഠിച്ച് ചെയ്യുക, അതിനുശേഷം ഡയറക്റ്റ് അഡ്മിഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുകയാണ്. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാർമസിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് വരെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം വീട്ടിലേക്ക് ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.